കുറേ മസ്അലകൾ നമ്മുടെ ഈ വചനവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ആശയവിവർത്തനം നടത്തുന്നതിൻ്റെ തെളിവുകളിൽ ഒന്നാണ് നമ്മുടെ ഈ വചനം. ലോകർക്ക് സുവിശേഷവും ലോകർക്ക് മുന്നറിയിപ്പുമായിട്ടുള്ള വിശുദ്ധ ഖുർആൻ, അതിൻ്റെ സന്ദേശങ്ങൾ, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, അതിൻ്റെ താല്പര്യങ്ങൾ അതറിഞ്ഞവർ മനസ്സിലാക്കിയവർ ലോകർക്ക് എത്തിക്കുവാൻ വിശുദ്ധ ഖുർആൻ്റെ ഭാഷ അറബിയാണ്. അറബി ഭാഷ അറിയാത്തവർക്ക് ഇത് ഭാഷാന്തരം ചെയ്ത് എത്തിക്കൽ, അറിയിക്കൽ ബാധ്യതയാണ് എന്നതിൻ്റെ തെളിവായി നമ്മുടെ ഈ വചനം ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യന്നാഹു ലിന്നാസി ഫിൽ കിതാബ് എന്ന് തുടങ്ങിയുള്ള വചനം തെളിവായി ഉദ്ധരിച്ചിട്ടുണ്ട്. അതേപോലെ ജിഹാദുൻ നഫ്സ്, ഒരു വ്യക്തിക്ക് തൻ്റെ നഫ്സിനോട് ജിഹാദ് ചെയ്യണം. അത് ദീൻ പഠിച്ചും പഠിച്ചത് പ്രവർത്തിച്ചും പഠിച്ചത് പഠിപ്പിച്ചും പകർത്തിയും ആ മാർഗേണയൊക്കെ ക്ഷമിച്ചും സഹിച്ചുമൊക്കെയുള്ള ജിഹാദാണ്. പഠിച്ച് പ്രാവർത്തികമാക്കിയത് പകർന്നു കൊടുക്കൽ, പഠിപ്പിക്കൽ, അറിയാത്തവർക്ക് അത് എത്തിച്ചു നൽകൽ ജിഹാദാണെന്നതിൻ്റെ തെളിവ് നമ്മുടെ ഈ വചനമാണ്. അത് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഉദ്ധരിച്ചത് നമുക്ക് വായിക്കുവാൻ സാധിക്കും. നമ്മുടെ ഈ വചനം ഇതുപോലത്തെ ചില മസ്അലകളെ കൂടി അറിയിക്കുന്നുണ്ട്. അതിൽ ഗൗരവപ്പെട്ട ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ട്. അറിവ് മൂടി വെച്ചവർ കുറ്റക്കാരാണ്, അവർക്കുള്ള ശിക്ഷ എന്ത് എന്നത് ഈ വചനം അറിയിക്കുന്നു. അപ്പോൾ അറിവ് മൂടി വെക്കാത്തവർ ആര്, എങ്ങനെ, അവർക്ക് എന്ത് എന്ന വിഷയം വിശുദ്ധ ഖുർആൻ അറിയിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അത് മൂടി വെക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അത് ബാധ്യതയാക്കി. അപ്പോൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുവാൻ, ബാധ്യത നിർവഹിക്കുവാൻ കൂലി വാങ്ങുന്ന വിഷയം പണ്ഡിതന്മാർ ഈ ആയത്ത് ഉദ്ധരിച്ച് വിശദീകരിച്ചിട്ടുണ്ട്.